മൊമെന്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 31 ഹാലോവീൻ ആണ്. ഇന്ന് എനിക്ക് അവധി കേട്ടോ. വളരെ വിരളമായിട്ടാണ് എനിക്കും ഏട്ടനും ഒരേ ദിവസം അവധി ഉണ്ടാവുക. ഏട്ടന് സാധാരണ അവധിയുള്ള ദിവസമല്ല, പക്ഷേ ഇന്ന് ഏട്ടൻ അവധി എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ചെറിയൊരു ലഞ്ചിന് പോവുക. സാക്ഷിനെ നോക്കാനായിട്ട് നാനി വന്നു. വൈഗ സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ ഓർത്തു നമുക്ക് രണ്ടുപേർക്കൂടെ ലഞ്ചിന് പോകാം എന്നുള്ളൊരു പരിപാടിയാണ്. എവിടെ പോകണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് കാറിനകത്ത് കയറിയിട്ട് ഡിസൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഹാലോവീൻ ആണേ. അപ്പോൾ ആദ്യം നിങ്ങളെ ഈ വ്ലോഗിൻ്റെ ആദ്യം കാണിക്കുന്നത് നമ്മൾ അതിൻ്റെ ഹാലോവീൻ്റെ ചെറിയ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് ഹാലോവീൻ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമ്മൾ ഹാലോവീനായിട്ട് പെട്ടി നിറച്ച് വണ്ടി നിറച്ച് എംറ്റി പെട്ടിയായിട്ട് പോവുകയാണ്. ഇതെല്ലാം നമ്മൾ ട്രാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. കുറേ ബോക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ട്രാഷ് ക്യാനിനകത്ത് എല്ലാം കൂടെ കൊള്ളത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഏത് സ്ഥലമായിട്ട് റൗണ്ട് റോക്ക് റീസൈക്ലിംഗ് സെന്റർ, നമ്മുടെ ഇവിടുത്തെ സിറ്റിയിലെ റീസൈക്ലിംഗ് സെന്ററിൽ ഡയറക്റ്റ് വന്നിട്ട് നമ്മളിവിടെ സാധനങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ അവർ റീസൈക്കിൾ ചെയ്തോളും. അതാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത്. കുറേ ആൾക്കാരൊക്കെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് കാണിച്ചു തരാം. ഇത് കണ്ടോ, അവർ ആ മെഷീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് കംപ്രസ് ചെയ്തെടുക്കുവാണ് റീസൈക്കിളിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ. കംപ്രസ് ചെയ്യുന്ന മെഷീനാണ്. ആ സാധനങ്ങൾ കൊണ്ടുപോയി നിറച്ചിട്ട് കംപ്രസ് ചെയ്ത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആക്കിയിട്ട് എടുക്കും. കണ്ടോ, ഏട്ടൻ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതാ കൊണ്ടുപോയി പുള്ളിയുടെ കൊണ്ടുപോയി കൊടുക്കണു. ഇവിടെ വേറൊരു സംഭവം ഞാൻ കണ്ടത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പെയിൻറ്റുകളില്ലേ, അത് കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ കൊടുക്കാവേ. അപ്പോൾ അതിൽ ഫുൾ ബോട്ടിൽ ഉണ്ടാവില്ല, പഴയതൊക്കെ ആയിരിക്കും കുറച്ച് ബാക്കിയുള്ളത്, എന്നാൽ നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഫ്രീ ആയിട്ട് എടുത്തിട്ട് പോകാം കേട്ടോ. ഇത് ആവശ്യമില്ലാത്തത് ആൾക്കാർ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. അപ്പം അത് നമുക്ക് ആവശ്യമുള്ളത് കളറുകൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വരാം. ഞാൻ ഇവിടുന്ന് 2 മെറ്റാലിക് ഗോൾഡ് കളറ് സ്പ്രേ പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മളിതാ ഇന്ന് ഈ റെസ്റ്റോറൻറ്റിലാണ് കഴിക്കാൻ വരുന്നത്. മമ്മ ബെറ്റീസ് ടെക്സ്മെക്സ് ക്യാൻറ്റീന. അപ്പം ഞങ്ങളിപ്പോൾ ഗൂഗിൾ നോക്കി, ക്യാൻറ്റീന എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാർ എന്നാണ് മീനിങ് എന്ന് ഏട്ടൻ പറയുന്നു. അതായത് സ്പാനിഷിൽ. ഇതൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് അവർ സ്പാനിഷിൽ എഴുതിയേക്കണേ. എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. ബീൻസ് അരച്ചതാട്ടോ, നമ്മുടെ വൻപയർ പോലത്തെ സാധനം. മറ്റേത് അവരുടെ ഒരു മെക്സിക്കൻ റൈസ്. പിന്നെ ഇത് ചിക്കൻ വിത്ത് വെജീസ്. ഇത് ചിക്കൻ ബ്രസ്റ്റാണ്. ഏട്ടൻ വന്നിട്ട് ഇത്തവണ ഒരു വെറൈറ്റി സംഭവം ആദ്യമായിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. മെക്സിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ അതിലെല്ലാം മിക്സ് ചെയ്തിട്ട് റൈസ് സൂപ്പറായിരിക്കും. എനിക്ക് അവർ കുറച്ച് ടോട്ടിയാസ് കൊണ്ട് തന്നിട്ടുണ്ട് എൻ്റെ ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ അതേപോലെ ഞാൻ സൈഡിൽ ഒരു കേസും കൂടെ പറഞ്ഞിട്ടുണ്ട്. മെക്സിക്കൻ ഫ്രൈഡ് റൈസ് സൂപ്പറായിട്ടുണ്ട്. മെക്സിക്കൻ ഫ്രൈഡ് റൈസ് സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. എൻ്റെ ടോട്ടിയക്കകത്തേക്ക് വെക്കാൻ പോകില്ല. കുറച്ച് റൈസ്. ഈ വേറെ സാധനങ്ങൾ എൻ്റെ ഫേവറേറ്റ് സാധനം കേസ്.
അപ്പം അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങിട്ടോ. നല്ല സൂപ്പർ ലഞ്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മെക്സിക്കൻ കുസിൻ പൊതുവേ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം പണ്ടൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് സ്ഥിരമായിട്ട് ഒരു സാധനം തന്നെ ഓർഡർ ചെയ്യായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത് ആ കട ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ മെക്സിക്കൻ ഫുഡ് കഴിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വൈകിയുടെ ട്യൂഷൻ പഠിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ പറയുമായിരുന്നു കാണാമോ അതാ ആ സ്ഥലം ബെസ്റ്റ് ബ്രെയിൻ അല്ലേ. അവിടെയാണ് വൈഗ വീക്ക്ലി വൺസ് അവർക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ട്, മൺഡേയ്സ്. അപ്പം എല്ലാ മൺഡേയും വൈഗ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഏട്ടൻ പറയുമായിരുന്നു ഇനിയിപ്പം ഹാപ്പി അവറിൻ്റെ സമയത്ത് അവിടെ പോയിരിക്കാം. വൈകിക്ക് ഇവിടെ 1 hour ക്ലാസ് ഉള്ള സമയത്ത് സാധാരണ ഏട്ടൻ ഇവിടെ കാറിൽ വെറുതെ ഇരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അതിനകത്ത് കയറിയിരിക്കാം, ഫുഡ് കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. എന്തായാലും നല്ല ഫുഡ് നന്നായിരുന്നു. ഏട്ടൻ്റെ മെക്സിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്, കഴിക്കുന്നു അല്ലേ. സാധാരണ ഒരു ബുറീറ്റോ ബൗളും അങ്ങനത്തേതൊക്കെ ഏകദേശം അതേപോലൊക്കെ തന്നെ, പക്ഷെ അതിനേക്കാളും നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു, നല്ലതായിരുന്നു. അപ്പം ഇനിയിപ്പം നമ്മൾ വാൾമാർട്ടിൽ ഹാലോവീൻ്റെ ഡെക്കേഴ്സ് വാങ്ങിയ സമയത്ത് ഒരു സാധനം വാങ്ങി, ഒരു സ്പൈഡർ വെബ്. അത് വാങ്ങിയിട്ട് അത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിചാരിച്ചിരുന്നത്, വിൻഡോയിൽ വെക്കണം എന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷെ ഇതിന്റെ കുരുക്ക് അഴിക്കാൻ പറ്റണില്ല. അതങ്ങനെ നമ്മൾ തുറന്നിട്ട് തന്നെ അഴിക്കാൻ പറ്റണില്ല. അപ്പൊ അത് തിരിച്ചു കൊടുക്കുക. അപ്പൊ ഹാലോവീൻ കഴിഞ്ഞ് കൊടുക്കുന്ന മോശമല്ല, നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നവർ വിചാരിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ഓർത്തു ഹാലോവീന്റെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് കൊണ്ടുപോയി ഇപ്പൊ തന്നെ അങ്ങ് റിട്ടേൺ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അതും പിന്നെ ഏട്ടന് ഹാലോവീന്റെ കോസ്റ്റ്യൂം ഒന്നും സെറ്റ് ആയിട്ടില്ല. സാധാരണ അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ പോയി ഒപ്പിക്കലാണ് ഏട്ടന്റെ പരിപാടി. അതേപോലെ തന്നെ ഇന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ മിസ്റ്റർ സങ്കൂസ്. അപ്പൊ അതാണ്, ഏട്ടൻ എന്തെങ്കിലും ഒരു മാസ്ക് ഒക്കെ ആയിരിക്കും വാങ്ങുക. നമ്മളൊക്കെയാണ് വേറെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ മെനക്കെടുന്നത്. ഏട്ടന് ഏതെങ്കിലും ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിലൊരു മാസ്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടന്റെ ഹാലോവീൻ കോസ്റ്റ്യൂമായി. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത്. ഏട്ടനൊരു മാസ്ക് കിട്ടിയിട്ടുണ്ട്. ആകെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, കാരണം ഇവിടെ എല്ലാം ഷെൽഫെല്ലാം തൂത്ത് തുടച്ച് ഒന്നുമില്ലാതെ വെച്ചിരിക്കുക കേട്ടോ. എല്ലാം തീർന്നു, കാരണം ഇന്നാണല്ലോ ഹാലോവീൻ. ഇന്ന് ഹാലോവീൻ്റെ സാധനങ്ങൾക്കെല്ലാം 25% ഡിസ്കൗണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ചവർ പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. വാങ്ങിയ സാധനങ്ങളൊക്കെയാണ്. അടുത്ത വർഷത്തേക്ക് വേണ്ടുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? നമ്മുടെ എവ്ലിൻ്റെയും അന്നക്കുട്ടിയുടെയും ബർത്ത്ഡേ ആണ് ഇന്നും നാളെയായിട്ട്. അപ്പോൾ അവരേതായാലും വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കൊരു ചെറിയ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാൾമാർട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇനി നേരെ വീട്ടിൽ പോവാം, കാരണം വൈഗ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ചെന്നിട്ട് നമ്മൾ ഹാലോവീൻ മേക്കപ്പ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. കഴിച്ചിട്ട് തിരിച്ചു വന്നു. ഇവിടെ വേറൊരു ബേബി. അമ്മേ, സാക്ഷി ഫുള്ളായിട്ട് നടക്കാൻ തുടങ്ങി. നമ്മുടെ ഹാലോവീൻ ഡെക്കറൊക്കെ കഴിഞ്ഞ ദിവസം ഭയങ്കര മഴയായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഈ ഹാലോവീൻ ഡെക്കറൊക്കെ മറിഞ്ഞു വീണു. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഫാനിൻ്റെ മോട്ടർ ചീത്തയായിപ്പോയി. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിയതാണിത്. ഓക്കെ ആണോ ഏട്ടാ? നമ്മൾ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. 2-3 സ്പൈഡേഴ്സിനെ കൂടെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് വോളിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത് നമ്മൾ നിവർത്തണം. ഇവന് 2 റെഡ് കണ്ണൊക്കെ ഉണ്ട് കണ്ടോ. അപ്പം നമ്മുടെ സാക്ഷിയുടെ നാനി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിക്ക് സ്പൈഡേഴ്സിനെ ഭയങ്കര പേടിയാ. ബാക്കി ഈ ഹൊറർ സാധനങ്ങളൊന്നും പുള്ളിക്കാരിക്ക് പേടിയില്ല, പക്ഷേ ഈ സ്പൈഡേഴ്സിനെ എന്തോ ഭയങ്കര പേടിയാന്ന് പുള്ളിക്കാരി പറയുന്നുണ്ടായി. അപ്പോൾ എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ പുള്ളിക്കാരത്തി ഉണ്ടാവില്ല. പുള്ളിക്കാരി ഇപ്പം സാക്ഷിനെ ഉറക്കിയിട്ട് തിരിച്ചു പോയി. പുള്ളിക്കാരി ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി എപ്പം ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാലും നമുക്ക് ഓടി വരും കേട്ടോ, എന്താവശ്യം ഉണ്ടെങ്കിലും. ഇന്നിപ്പോൾ നമ്മൾ വെറുതെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വിളിച്ചതാ. അപ്പോൾ പുള്ളിക്കാരിയെ വിളിച്ചാൽ പുള്ളിക്കാരി എത്ര സമയം വേണമെങ്കിലും വന്നിരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ
നമ്മുടെ സ്പൈഡർ കുട്ടൻ റെഡി. And another one. ഹാലോവീൻ ഡേ ആയതുകൊണ്ട് കുറേ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതൊരു ചുമ്മാ ഒരു ഫ്ലവർ വേസ് ആണ്. What's with leaves, pineapple? ഇറ്റ്സ് ലൈക്ക് എ ഫോൾ തീം Vase. ഇതൊരു ഫോൾ തീമിൽ ചെയ്തേക്കുന്ന ഒരു ഫ്ലവർ വേസ്. അപ്പം നമുക്ക് ഇത് ഞാൻ ഓർത്ത് അവിടെ കയറി വരുന്ന അവിടുത്തെ ടേബിളിൽ അത് വെക്കാം എന്ന് വിചാരിച്ചു. പിന്നെ 2 പംകിൻ വാങ്ങിച്ചു. അത് സിറാമിക്കിന്റെ 2 പംകിനാണ്. നമ്മൾ കൂടുതലും ഈ റീയൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സാധനങ്ങളാണ് വാങ്ങുന്നത്. ഇത് സിറാമിക്കാണ്. അപ്പൊ ഇതിനുള്ളിൽ മറ്റേ നമ്മൾ ക്യാൻഡിൽ കത്തിച്ച് വെക്കുമ്പോൾ ഈ വായയുടെയും മൂക്കിന്റെയും കണ്ണിന്റെയും ഒക്കെ ഈ ഇതിൽ കൂടെ ലൈറ്റ് കത്തും. അപ്പൊ അതാണ് ഔട്ട്ഡോർ വെക്കുന്നതാണ്. ഡോറിന്റെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 ഇങ്ങനെ മാച്ചിങ് വാങ്ങിയിട്ടുണ്ട്. These 2 are my buddies, okay? പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് വാങ്ങിച്ചത്. മറ്റേ ബ്ലഡ് ഒക്കെ ഒഴുകുന്ന പോലത്തെ സ്റ്റിക്കേഴ്സ്. അത് ഇന്ന് വെക്കുന്നില്ല, ജസ്റ്റ് കാരണം നമ്മൾ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അപ്പം നേരത്തെ ഒന്നും ഡെക്കറേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് അത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വർഷം ഇത്രയൊക്കെ മതി. പിന്നെ നിങ്ങൾ കണ്ടോ, ഇതാ ബാക്കിൽ കുറേ ബാറ്റ്സ് ഒക്കെ നിൽക്കുന്നത്. അവിടെ കുറച്ച് ബാറ്റ്സ് ഉണ്ട്. ഇതാ മിററിന്റെ ഒക്കെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടോ കുറച്ച് ബാറ്റ്സ് ഉള്ളത്? അത് പറഞ്ഞപ്പോഴാ ഇതാ കോർണറിലിരിക്കുന്ന ആ ഷെൽഫ് കണ്ടോ, അത് പുതിയതാട്ടോ. അത് അവിടെ നമുക്ക് കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു പഴയ മിററായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല സോറി, പഴയ ഒരു കോർണർ ടേബിളായിരുന്നു, സ്റ്റാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് ഒത്തിരി പഴയതായി. അപ്പം നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് അതൊന്ന് മാറ്റണം. പക്ഷേ ഇതുവരെ അതിനുള്ള സമയം കിട്ടില്ല. അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ അങ്ങനെ ഇത് കണ്ടപ്പോൾ കൊള്ളാലോ, മിററൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാ. പക്ഷേ ഈ ഷെൽഫിന്റെ പ്രൈസിന്റെ പകുതി പ്രൈസാണ് അത് അതായത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഏട്ടൻ യൂഷ്വലി അസംബിൾ ചെയ്യാനും കൂടെ ഉള്ള ഒരു പാക്കേജ് ആയിട്ട് എടുക്കുക സാധനം വാങ്ങിയ. കാരണം ഏട്ടൻ അത് ചെയ്യാൻ അറിഞ്ഞൂടാ. അപ്പൊ യൂഷ്വലി എന്തെങ്കിലും ഇങ്ങനെ അസംബിൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ജാടേ എനിക്കുണ്ട്. ഇത്തവണ ഇത് ഫുള്ള് കുത്തിയിരുന്ന് ഞാനാണ് ഫുള്ള് ചെയ്തത്. ഈ ഷെൽഫ് കണ്ടോ, ഈ ഷെൽഫ് നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ ഇത് ആക്ച്വലി ഇതൊരു ബാറാണ്. അതായത് ഇവിടെ വൈൻ ഗ്ലാസസ് വെക്കാം, ബോട്ടിൽസ് വെക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പാണ്. പക്ഷെ നമ്മളിത് നമുക്കൊരു ഓൾറെഡി ഒരു ബാർ ഏരിയ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ അതായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഇങ്ങനെ എൻ്റെ പഴയ കോർണർ ഷെൽഫിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചു, പുതിയ ഷെൽഫിലേക്ക് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ബാർ സെറ്റപ്പ് ഒന്നും ഇതിൽ ചെയ്യുന്നില്ല. അപ്പം അതൊക്കെയാണത്. ഇതിപ്പോ ഫോൾ സീസൺ ആണ്, ഹാലോവീൻ ഒക്കെ ആയതുകൊണ്ടാണ് ഇതേപോലെ പംകിൻസ് ഒക്കെ വെച്ചിരിക്കുന്നത്. അയ്യോ പറയൂ, ഇതെന്ത് ട്രീ ആണ് പറയൂ? വില്ലോ ട്രീ എന്നൊക്കെ പറയുന്നു. എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത സാധനം. ഇത് ഹാലോവീന്റെ ഡെക്കോർ സെക്ഷനിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇതൊരു പർപ്പിൾ കളറും ഓറഞ്ച് കളറും ലൈറ്റ്സ്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ലൈറ്റ്സ് ഇങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഇടാൻ പറ്റും. ഇതൊരു ഹൊറർ ഫീല് കൊടുക്കുന്ന ഒരു ട്രീ, അത്ര തന്നെ അറിയുള്ളൂ എനിക്ക്. ഇതാ നമ്മൾ കയറി വരുമ്പം ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. കയറി വരുമ്പം ഇതാ ഇവിടെ ഒരു വോളില് ഇവിടെ എൻ്റെ ഒരു പെയിന്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ തൽക്കാലം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാവുന്ന പോലെ ഒരു വോള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ സാധനം, ഈ കുഞ്ഞ് ഭൂതത്തന്മാരെല്ലാം കത്തുന്ന ഇതിനുള്ളിൽ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോ കണക്ട് ചെയ്യേണ്ടത് അപ്പുറത്തെ സൈഡിലാണ് കണക്ട് ചെയ്യുക. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ലൈറ്റ് കത്തും. അപ്പം അതാണ് ഉള്ളിലെ നമ്മുടെ അതാണ് പ്ലാൻ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലെ ഡെക്കറേഷൻസ് ഒക്കെ ഇതൊക്കെയാണ്. പിന്നെ വേറൊരു സാധനം നമ്മൾ വാങ്ങിയത് കാണിച്ചു തരാവേ. അത് ഭയങ്കര രസം കേട്ടോ. സാക്ഷിയുടെ ഇതിനെ എടുത്തിട്ടോ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് ഇടാം. ബാറ്ററി തീർന്നു പോയതാ. കാരണം അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വെക്കാൻ വേണ്ടി വാങ്ങിയ ഒരു കുട്ടിച്ചാത്തനാണ്. അവനെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാക്ഷിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ സാക്ഷി എപ്പോഴും എന്ന് വെച്ചോണ്ടിരിക്കും അതിനെ കാണുമ്പോൾ. ഈ ഒരു അപ്പം ഇത് സെൻസറാണ്. ഇതിപ്പോ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സൈഡിൽ കൂടെ എതിലേലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒച്ചയിടാൻ തുടങ്ങും.
അപ്പം ഇത് എതിലെങ്കിലും നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവൻ ശബ്ദം ഇട്ട് തുടങ്ങും കേട്ടോ. അപ്പൊ സാക്ഷി ഇപ്പൊ ഇതിന്റെ ഒരു വലിയ ഫാനാന്ന് വേണമെങ്കിൽ പറയാം. അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ നമ്മുടെ വീട്ടിലെ സെലിബ്രിറ്റി ആയിട്ടുണ്ട് അവൻ. സാക്ഷി ഇവനെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു എന്റെ കൂട്ട് അവൾ ഇച്ചിരി ടെററാന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇത്രയും നാൾ ഇത് അകത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ഇതെടുത്ത് പുറത്തേക്ക് വെക്കാൻ പോവാ. വരുന്ന പിള്ളേരെയൊക്കെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാം നമുക്ക്, അല്ലേ? സാക്ഷി ഉറങ്ങുന്നത് കാണിച്ചു തരാവേ. കണ്ട, ഈ മോണിറ്റർ ഉള്ളതുകൊണ്ട് എന്തൊരാശ്വാസം എന്നറിയോ. നമ്മുടെ വീട്ടിലെ ഡെക്കറേഷൻസ് ഒക്കെ, പുറത്തു നിന്നുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കാണാം, അല്ലേ? ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. അപ്പം നമ്മളിവിടെ ഇവിടെ നമ്മളൊരു ഇൻഫ്ലേറ്റബിൾ ഡോറ് ഹാപ്പി ഹാലോവീൻ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലും ഓരോ ഗോസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുന്നത്, ഹെഡ് സ്റ്റോണും ഒരു കൈയൊക്കെ പുറത്തേക്ക് വരുന്ന പോലെ. പിന്നെ ഇവിടെ അതാ ഒരു കുഞ്ഞ് ട്രിക്ക് ഓർ ട്രീറ്റിൻ്റെ ചെറിയൊരു ലൈറ്റ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പം രണ്ട് മൂന്ന് ബഹളം വെക്കുന്ന സ്കെൽറ്റൻസ്. പിന്നെ ഇവിടെ കുഞ്ഞ് 2-3 ഗോസ്റ്റ്. പിന്നെ ഒരു കോഷൻ ബാൻഡ്. ഇവിടെ നമ്മുടെ ഒരു സ്പൈഡർ ഇരിപ്പുണ്ട്. പിന്നെ ഈ അമ്മച്ചി. ഈ സാധനം സൗണ്ട് കേട്ടിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത് ആൾക്കാരുണ്ടെന്നുള്ളത്. ഈവൻ ഈ കിട്ടുപ്പാക്കാൻ സെൻസർ വെച്ചിട്ട്, ഈവൻ നമ്മൾ അടുത്ത് കൂടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസർ വെച്ചിട്ടാണ് അത്. പിന്നെതാ ഇതൊക്കെ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ കേട്ടോ. ഹാലോവീൻ്റെ ഒരു ബോർഡ്. പിന്നെതാ ഇവിടെ ഒരു വിച്ച്. ഇവിടെ ഒരു ലൈറ്റ് കത്തണ പംകിൻ. പിന്നെ കുറച്ച് പംകിൻ സാധനങ്ങള്. ഇവിടെ ഇന്നിപ്പോ നമ്മൾ വാങ്ങിയ 2 കുഞ്ഞി പംകിൻസ്. പിന്നെതാ ഇവിടെ വീണ്ടും ഒരു അസ്ഥികൂടം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ ഹാലോവീൻ ഡെക്കോസ്. അകത്തേതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു. മിസ്റ്റർ ശങ്കുണ്ണി എല്ലാം റെഡി ആയോ? അയ്യോ, അത് കാണിച്ചു തന്നില്ലല്ലോ. ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. സ്മോക്കാണ് കേട്ടോ. ഈ മിഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് സ്മോക്ക് വരും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഓൺ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോഴാട്ടെ. ഇനി നമ്മള് കപ്സും പ്ലേറ്റ്സും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികളൊക്കെ ട്രിക്ക് ഓർ ട്രീറ്റിന് വരുമ്പോഴത്തേക്ക് കൊടുക്കാനുള്ള മുട്ടായി. ഇത് മിക്സ്ഡ് ആയിട്ടുള്ള ക്യാൻഡി, ചോക്ലേറ്റ്, അങ്ങനത്തെ 2-3 ബാഗുണ്ട്. താങ്ക് യു വൈഗ. അപ്പോൾ പ്ലേറ്റ്സും കപ്സും നാപ്കിൻസ്, കുട്ടികൾക്ക് കൊടുക്കാനുള്ള ക്യാൻഡീസ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ 2 പിള്ളേരെ കോസ്റ്റ്യൂം ഇടിക്കാനുണ്ട്, ചിക്കുനും കുക്കിക്കും. ചിക്കൂട്ടൻ ഇത്തവണ അവൻ്റെ സൈസിലുള്ള കോസ്റ്റ്യൂം ഒന്നും ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അവനെ പഴയ ഒരെണ്ണം തന്നെയാണ് ഇടിക്കുന്നത്. കുക്കിക്ക് ഇത്തവണ ഭയങ്കര ക്യൂട്ടൊരു കോസ്റ്റ്യൂം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇടിച്ച് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാവേ. ഓക്കെ, അപ്പം ഹാലോവീന് വേണ്ടിയിട്ട് റെഡിയായി കഴിഞ്ഞു. അവിടെ ഇതാണ് എൻ്റെ മേക്കപ്പ് സെറ്റപ്പൊക്കെ. പിന്നെ ഈ സാധനം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നൊരു ഒരു സ്നേക്കിൻ്റെ നെക്ലസ്. ഇത് സ്റ്റിക്കറാണ്. ബാക്കി ഇതെല്ലാം എൻ്റെ കലാവിരുതുകളാണ് ഈ മുഖത്ത് കാണുന്നത്. ഇനി കുക്കീനെയും ചിക്കുനെയും കാണിച്ചു തരാവേ. ഇതാണ് കുക്കി കോഴി. കുക്കി ഡൗൺ. കുക്കി ഒരു കോഴിക്കുഞ്ഞിൻ്റെ കോസ്റ്റ്യൂം, ചിക്കു ഒരു സൂപ്പർ ഹീറോ. 2 പേരും ട്രിക്ക് ഓർ ട്രീറ്റിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ഇവരെയും കൂടി കൊണ്ടുപോകും. ഹലോ, മുട്ടിട്ട് വയ്യാത്ത അമ്മച്ചിയ. ഇത് ഈ പ്രായത്തിലുണ്ടായ കുട്ടിയത് ആണോ? അപ്പൊ കുഴപ്പമില്ല. സാക്ഷി പിങ്ക് മോൺസ്റ്റർ. ഇതാരാ? കാർത്തുമ്പിയോ? ഇത് കാർത്തുമ്പി. ഇത് ലേഡി ബഗ്. ഇത് പല്ലൊക്കെ നല്ല സ്വർണ്ണ പല്ല്
ശങ്കുച്ചേട്ടാ അല്ലല്ല ഒന്നുകൂടി വെച്ചേ. ഇത് ഓസ്ട്രേലിയ ഏറ്റവും കോടീശ്വരനായ ഹോംലെസ്സുകാരനാണ്. ഇതാരാ ഇതാരാ യോ യോ അയ്യോ ഇവിടെ കിട്ടിയില്ല. യോ യോ എന്താണ് കോസ്റ്റ്യൂം? എടി നീ അങ്ങനെ ചോദിക്കരുത്. എന്റെ മേക്കപ്പ് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു അതാണ് എന്റെ കോസ്റ്റ്യൂം. ലൈറ്റ് 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 ഒന്ന് കത്തിക്ക്. നിനക്ക് എന്തായിട്ടാ തോന്നുന്നത് ഇത് കണ്ടിട്ട്? Vampire plus ഒന്നും കൂടെ. goddess plus witch plus എടാ ഒന്നും കൂടെ. ആ ഇപ്പൊ ശരി. ഏ? നിനക്ക് എന്തായിട്ട് തോന്നുന്നു അതായിട്ട് എടുക്കാം. ആ ഫോഗ് മെഷീൻ. ഓ ഇവന്റെ ക്യാരക്ടർ എന്തായിരുന്നടാ? ആ കൊള്ളാം 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 കൊള്ളാം. ഓ സ്ലോക്ക് വാമ്പയർ. ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു മുമ്പത്തെ ഫോഗ് മെഷീൻ. അതിതാണ് ഇങ്ങനൊരു ഫോഗി എഫക്റ്റ് തരും. സാക്ഷി എന്റെ കൊച്ചു ഒന്നുകൂടി പേടിക്കുള്ളൂ. ബാബാ 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 വൈകമണി വൈക ഓടിച്ചല്ലോ. Yay! Wait, who was envy? ബാബാ ചീസ് Oh my goodness! ബ്ലൂയി ശങ്കർ ഫോട്ടോ സാക്ഷി നമ്മുടെ മുഖത്തെ മേക്കപ്പ് കണ്ടിട്ട് കാത്തു കരയണു. ആറ്റിറ്റ്യൂഡൊക്കെ ആണല്ലേ. നമ്മുടെ കുട്ടികളെല്ലാരും ട്രിക്ക് ഓർ ട്രീറ്റിന് പോവാണ്. ഇവിടെ സന്ധ്യയായി. 6:45 വൈകുന്നേരം. എന്താ കൈ നിറച്ച് ക്യാൻഡീസ് ഒക്കെ ആയിട്ട് കുട്ടികൾ തിരിച്ചു വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചിക്കും കുക്കിയും ലീഷിലുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന വളരെ കുറവാണ്. എവിടെ മാസ്ക് ക്യാൻഡീസ് ഒക്കെ കിട്ടിയാ? Yep. I also got a Dada. chewy bar. I got a chewy bar. ഓക്കെ. Daddy got a Kit Kat. Sakshi is going to get her trick or treats. Happy Halloween. What's Halloween? Oh, you got a TV there. ഈ ജട പിടിച്ച മുടി ഒന്ന് തരാമോ സുഹൃത്തേ? ഒന്ന് പിന്നി തരാമോ ഈ ജട പിടിച്ച മുടി? സാക്ഷിയുടെ നാനിയുടെ വീട്ടിലാണ് നമ്മളെ. സാക്ഷി, who is that? Vaiga, move from there. Hi. Okay. She's so pretty and you too. Oh my goodness. Let me take a picture. They put shrimp. They put Oh, potatoes in one. They put potatoes. I want Nice. that. Potatoes. I want only chicken. പോലീസ് അമ്മൂമ്മേനെ പിടിച്ചടാ. അറസ്റ്റ് ചെയ്തോ? അമ്മൂമ്മയെ അറസ്റ്റ് ചെയ്തു. ഇതാ നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. ഈ വീടിൻ്റെ മുകളിൽ ഇട്ടേക്കുന്ന ലൈറ്റ് അത് പെർമനൻറ്റ് LEDs ആണ്. അത് നമുക്ക് എന്ത് തീമിനനുസരിച്ചും കളറ് ചേഞ്ച് ചെയ്യാം കേട്ടോ.
ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ് ലൈറ്റ്സ് ആക്കാം, നമുക്കിഷ്ടമുള്ള കളറുകൾ, അതിൻ്റെ ഓരോ ബൾബിൻ്റെയും കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ വളരെ വർത്തായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയ്ത ഒരു സംഭവമായിരുന്നു. ട്രിക്ക് ഓർ ട്രീറ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമേ വന്നുള്ളൂ കേട്ടോ. ഞാനും കുക്കിംഗ് ചിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെയായിട്ട് ഞാനിങ്ങ് പോരുന്നു. കാരണം ഭയങ്കര പാടാണ്. അവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോരുന്നു. എന്നിട്ട് അവർക്കാണെങ്കിലും ആ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി. കാരണം അവർക്കും ബുദ്ധിമുട്ടാണല്ലോ അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ. അപ്പം ഞാൻ വന്നു. സാക്ഷിയും വൈകിയും ട്രിക്ക് ഓർ ട്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കിഡ്സിനൊപ്പമാണ്. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ അവർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കും. അത്രയൊക്കെ ഉള്ളൂ. Come on, pass. Yay! Hi, happy Halloween. Happy Halloween. Hi. Hello പറ. എടാ ഒരു ഹലോ പറയടാ. Hi. Hi Dino. പറ. എങ്ങനെയുണ്ടായിരുന്നു അമ്മൂമ്മ ട്രിക്ക് ഓർ ട്രീറ്റ്? ആണോ? തിരിച്ചു വന്നു. സന്തോഷമായി. സുഖം തന്നെ മോൾക്ക്? സുഖം തന്നെ. യോ ഹായ് പറയില്ലേ? യോ ഹായ് പോലീസ്. ഹായ് ഷെറീഫ്. ഹായ്. ഹലോ. ഹാപ്പി ഹാലോവീൻ. ഹാപ്പി ഹാലോവീൻ. ഹേയ് ഹാപ്പി ഹാലോവീൻ. ഹാപ്പി ഹാലോവീൻ. യോ ഓ ഹലോ വിൻചേട്ടാ, എവിടെ മാസ്ക്? എവിടെ? ഒത്തിരി വിച്ചും ഗോസ്റ്റും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടു. ദാ ഇപ്പം ഇവിടെ ഒരു കാർത്തുമ്പി വന്നിരിക്കുന്നു ഇവരുടെയൊക്കെ ഇടയിലേക്ക്. പിടിച്ചവളെ പിടിച്ചാ? അതെന്തിയടാ? ആണോ? ഈ മോൺസ്റ്ററിനെ പിടിച്ചാ? ഹലോവീൻ ചേട്ടാ. ഹാപ്പി ഹലോവീൻ. Happy Halloween. പേഴ്സണൽ ഫോട്ടോഗ്രാഫർ. Is that okay? No, we are going to say Evie. ഹാലോവീൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. മേക്കപ്പ് ഒക്കെ ഒരച്ച് ഇളക്കി കളഞ്ഞിരിക്കുന്നു. ഇനി വൈകിയുടെ മുഖത്തെ മേക്കപ്പ് ഒക്കെ ഇളക്കി കളയാനുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹാലോവീൻ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.